Good evening. Good evening, ma'am. Ma'am. I was just checking whether I am audible. കാരണം ഈ ലാപ്ടോപ്പ് ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്തോണ്ടിരിക്കുക. ചില സമയത്ത് ഓഡിയോ ഓൺ ആവുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ. Good evening, ma'am. Good evening. കരഞ്ഞ ആള് കേറിയോ? സ്വാതി കേറിയോ? ശരിയായോ? ടെക്നിക്കൽ സൈഡ് എനിക്ക് അത്ര വശമില്ല. ഞാൻ പിന്നെ നമ്മുടെ റിജോനെ വിളിച്ച് ചോദിച്ചു. അപ്പൊ റിജോ 8 മണിയാകുമ്പോ ഓഫീസിൽ വന്നാലാണ് കോഡ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് മുമ്പ് ശരിയായി ഞാൻ റിജോയ്ക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരി. Okay, then we will start with our prayer. Please. Ma'am, ഞാൻ റെഡിയാണ്. Okay, Karthika. Oh God, we can see you everywhere. Your bliss, we can feel like a breeze. When we wake up from bed, we can say thank you for the day. It's a bliss. When we feel others smile because of our deed, we can feel you. You are inside us is the doer. I don't know. Sorry, we don't know the reason for our existence. We only enjoy our sorrow, suffering, happiness that's going through inside now within us. Nothing is constant. So thankful to the moment. It's a present from God. ഞാൻ എഴുതിയപ്പോ പെട്ടെന്ന് എഴുതാനേ അതുകൊണ്ട് തൊട്ടുമ്പോ എഴുതിയുള്ളത്. വെരി നൈസ്. അങ്ങനെയാ വരട്ടെ. ക്രിയേറ്റിവിറ്റി പെട്ടെന്ന് നമുക്ക് ആ ക്രിയേറ്റിവിറ്റി വരണം. അപ്പൊ ഞാൻ ഇന്ന് എല്ലാ റെക്കോർഡ്സുമായിട്ട് എന്റെ സൈഡിൽ റെഡിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇല്ലസ്ട്രേഷൻ, റൈം, സ്റ്റോറി അത് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ഞാൻ ചെയ്തത് അപ്പൊ ഒരു മോഡൽ നമുക്ക് നമ്മുടെ മാം അങ്ങനെയൊന്നും പറഞ്ഞു തന്നില്ലായിരുന്നു. ഷീ ജസ്റ്റ് ടോൾഡ് us to do. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു മോഡലോ മിസ് ഞാൻ സൈൻ ചെയ്യാൻ റെഡിയാണ്. ഓ യെസ്, ഐ ഫോർഗോട്ട്. സിയ പ്ലീസ്. പ്ലീസ്. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ബാക്ക് ക്യാമറ ആവുന്നില്ലല്ലോ. ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷെ ബാക്ക് ക്യാമറ എൻ്റെ ക്യാമറയിൽ ആവുന്നില്ല. ഞാൻ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് കാണിക്കാം. Okay, hi friends. Today I am going to show you a game, a scrambled word game. It's in this word very familiar to us. First word is starting with M. Second word is starting with F. കാണാൻ പറ്റുന്നുണ്ടോ? ഫുൾ വേർഡ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കാണുന്നില്ല കുറച്ച്. യെസ്, എൻഡിങ് ലെറ്റർ ഏതാണ്? നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ ഒരു വേർഡാണ്. ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യണത് എമ്മില്, സെക്കൻഡ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യണത് എഫില്. മോണ്ടിസോറി. താങ്ക് യു. Facilitator, second one. Facilitator. ഓക്കെ, ദാറ്റ് വാസ് വെരി ഗുഡ്. മെസ്സേജും വന്നിട്ടുണ്ട് കേട്ടോ. ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെസ്സേജും ശ്രദ്ധിക്കണേ സിയ. ഞാൻ സിയെ പിൻ ചെയ്തു കാണാൻ വേണ്ടിയിട്ട്. Okay, that is a different way of signing actually. Anyone who is ready for thought of the day? Thought of the day? ഞാൻ തോട്ടം റെഡിയാക്കിയിട്ടുണ്ട്. Okay. Always smile to the future and it will be smile back to you. Very good. It was very nice. Thought provoking and positive vibe. Yes, Sujata എന്തോ പറയാം. മാം, ഞാനും തോട്ട് ഫോർ ദ ഡേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. Okay, fine.
നമുക്കതിന് അതോ ഓരോ നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്ത് ആരാണ് ഓരോ ദിവസം അങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പറയാം ടൈം അങ്ങനെ പോവില്ല. ഇപ്പൊ ഓക്കെ സുജാത നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഞാൻ ആ റെക്കോർഡ് ഒന്ന് ഏത് വേണം, ആക്ഷൻ റൈം ബുക്കിലെ പറയണോ സ്റ്റോറി ബുക്കിലെ പറയണോ? എഴുതി തുടങ്ങിയോ ആരെങ്കിലും? യെസ് മാം, ഐം സ്റ്റാർട്ട് ചെയ്തു. വെരി ഗുഡ്. ടൈം സ്റ്റാർട്ട് ചെയ്തു. റൈം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എനിക്ക് പെട്ടെന്ന് റൈം ഒന്ന് പറഞ്ഞു. എന്തോ കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുന്നല്ലേ? യെസ് മാം, ക്രിയേറ്റിംഗ് തന്നെയാണ്. അതിൽ ഓരോന്നോരോന്ന് എല്ലാം ഏകദേശം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ റൈമിലെ ഫസ്റ്റ് ആൽഫബറ്റിക്കൽ സോങ്സ് ആണ്, നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ അതിനൊരു പിക്ചർ എനിക്ക് കുട്ടികളുടെ ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയതായിരുന്നു, ഒരു ക്ലാസ് റൂം. അതിന്റെ മുകളിൽ മറ്റേ സ്റ്റെൻസിൽ വെച്ചിട്ട് ലെറ്റേഴ്സും എഴുതി ആൽഫബറ്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു സിമ്പിൾ ആയിട്ട് ഇത് അത്ര എനിക്ക് ഭയങ്കര രസമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ എഴുതണമെന്ന് വിചാരിച്ച് ഞാൻ എഴുതിയതാണ്. ABCD കം ടുഗദർ ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ? EFGH സ്റ്റാൻഡ് ടുഗദർ, IJKL sit together, MNOP jump together, QRST run together, UVW clap together, XYZ stay together. അങ്ങനെ മതി. പിന്നെ നമുക്ക് പലപ്പോഴും റൈമിംഗ് വേർഡ്സ് വെച്ച് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ ടെൻഷനൊന്നും വേണ്ട, പറ്റുന്ന പോലെ മതി. ഈ റൈമിംഗ് വേർഡ്സ് നമ്മൾ മലയാളത്തിൽ പ്രാസം ഒപ്പിച്ചു എന്ന് പറയില്ലേ, റൈമിംഗ് വേർഡ്സിൽ തന്നെ എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു ടോൺ ഉണ്ടാവും, പറയുമ്പോ നല്ലൊരു താളം ഉണ്ടായിരിക്കും അത് വരുവാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഒരെണ്ണം കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു ടീച്ചറുടെയും കുട്ടിയുടെയും പിക്ചറാണ്. നമ്പർ സോങ്സ്, അവിടെയും ടീച്ചറും കുട്ടികളും നമ്പേഴ്സ് പെൻസിൽ വെച്ച് എഴുതി. 1, 2 enter the class, 3, 4 keep your bags down, 5, 6 say your prayers, 7, 8 smile each other, 9, 10 wish each other, say hi, say hello, say good morning, be happy. അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്പർ സോങ് ഒരെണ്ണം കൂടി ഉണ്ട്, നമുക്ക് 2 എണ്ണം വേണമെന്ന് പറഞ്ഞ ക്യാപ്സൂൾ പോയംസ് വളരെ ചെറുതായിട്ട് എഴുതിയാൽ മതി. ഞാൻ എഴുതിയത് റാറ്റ് റാറ്റ് റൺ റൺ, ക്യാറ്റ് ക്യാറ്റ് ചേസ് ചേസ്, റാറ്റ് റൺ ക്യാറ്റ് ചേസ്, റൺ റൺ ചേസ് ചേസ്. 4 വരെ ആയുള്ളൂ, അത് മതിയാവും. പിന്നെ ഒരു സെക്കൻഡ് വൺ എഴുതിയത് ഫ്ലവേഴ്സ് ബ്ലൂം, ഫ്രാഗ്രൻസ് സ്പ്രെഡ്സ്, ബേർഡ്സ് സിംഗ്, സ്വീറ്റ്നെസ് ഫ്ലോസ്. എനിക്ക് മോള് വരച്ചു തന്നതാണ്. ആ 2 സോങ്ങിനും കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ മോളെ കൊണ്ട് വരപ്പിച്ചതാണ്. ഓക്കെ. എന്നിട്ട് ക്രയോൺസ്, വാക്സ് ക്രയോൺസാ യൂസ് ചെയ്തത്. വാക്സ് ക്രയോൺസിൽ ഒരു സ്ക്രബറോ അങ്ങനെ എന്തോ ഒരു സാധനമില്ലേ, അതിന്റെ എക്സസ് വാക്സ് ഇങ്ങനെ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ നമ്മൾ വരച്ചതിന്റെ ഈ ബാക്ക് സൈഡാണിത്. ഞാനിപ്പോ കാണിച്ച ക്യാറ്റിന്റെയും ഫ്ലവറിന്റെയും പിക്ചറിന്റെ ബാക്ക് സൈഡാണിത്. അവിടെ അത് സ്മഡ്ജ് ചെയ്തിട്ടില്ല, നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഈ സ്കെച്ച് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സ്മഡ്ജ് ചെയ്യും, കളർ ബാക്കിലേക്ക് വരും. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഹെഡിങ് കൊടുത്തോണ്ട് കുഴപ്പമില്ല. അതേസമയം നമ്മൾ എന്തെങ്കിലും എഴുതിയതായിരുന്നെങ്കിൽ അതിലേക്കൊക്കെ കളർ സ്മഡ്ജ് ചെയ്തേനെ. വാക്സ് ക്രയോൺസ് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം വന്നില്ല. ആലോചിച്ചിട്ടൊരു 6 years ബാക്ക് ചെയ്തതാണ്, ഇപ്പോഴും അതിന്റെ ആ ഒരു ഫ്രഷ്നെസ്. പക്ഷെ സ്കെച്ച് പെൻ വെച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ആവണമെന്നില്ല, വെള്ളം വീണ സ്പ്രെഡ് ആവും. ക്രയോൺസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും ക്രയോൺസ് കൊടുക്കുക. അവർക്ക് അത് നല്ലതായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, അവരുടെ കയ്യിൽ പിടിക്കാനും അവരുടെ ദേഹത്തൊന്നും ആവില്ല. പിന്നെ ഫോക്ക് സോങ്സ്, നാടോടിപ്പാട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇല്ലേ, അത് എഴുതിയത് ഇങ്ങനെയായിരുന്നു. ഹിപ് ഹിപ് ഹുറേ ഹുറേ, ഫാമേഴ്സ് സാങ് ടുഗദർ ഹാപ്പിലി, ഹേസ് വേവ്ഡ് their head in the wind, birds sang together, coo 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 coo, they happily fly together, everyone feeling happy, singing together la la la, nature also feeling happy when it touches by the raindrops. ഇതൊക്കെ നമ്മളിങ്ങനെ ഉള്ളിൽ തോന്നും, നമ്മൾ അത് തന്നെ സിമ്പിൾ ഇംഗ്ലീഷിൽ സെന്റൻസ് ആക്കി മാറ്റി വെക്കുക. ഒരു കുട്ടി കൈകൊട്ടി ഡാൻസിങ് സ്റ്റെപ്പുമായിട്ട് പാടുന്ന രീതിയിൽ ഒരു പിക്ചർ ഞാൻ അതിനൊന്ന് മാച്ച് ആവുന്ന രീതിയിൽ വെച്ചു. അത് തന്നെ
ഒരെണ്ണം കൂടെ നമുക്ക് എഴുതാം. അപ്പൊ ഞാനത് ഫിഷർമാൻ, ഈ അവരിങ്ങനെ ഒരു താളത്തിലൊക്കെ ഒരു പാട്ടൊക്കെ പാടില്ലേ, അപ്പൊ ആ രീതിയിലൊരു ഫോക്ക് സോങ് ആണ് പിന്നീട് എഴുതിയത്. പിന്നെ റിഡിൽ സോങ് എഴുതിയത് ഐ ക്യാൻ ഫ്ലൈ ഹൈ, ഐ ആം നോട്ട് എ ബേർഡ്, ഐ ആം കളർഫുൾ, ഐ ഹാവ് നോ വിങ്സ്, എവ്രി വൺ ലൈക്ക് മീ, all are my friends, but I need thread and you, then only I can fly. Tell me, my friend, who I am. Kite, beautiful kite. അങ്ങനെ നമുക്കൊരു ആൻസർ കിട്ടുന്നത് നമ്മുടെ റിഡിൽ സോങ് ആയിട്ട് എഴുതണം. കൈറ്റ് ഒക്കെ വരയ്ക്കുകയാണ് ചെയ്തത്. ഓക്കെ, പിന്നെ രണ്ടെണ്ണം വേണമായിരുന്നു. I am yellow and like a bowl, my house is at sky, I give light to grow, I will shine all the day, I will hide in the night, you cannot reach at me, sorry, I am too hot my dear, yes it's a shining sun. ഞാൻ ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾക്കും ഇതുപോലെ ഇപ്പൊ സണ്ണിനെ പറ്റി തന്നെ ഒരു റൈം എഴുതിയാലും നോ പ്രോബ്ലം. അത് ഇത് മൂണിനെ പറ്റിയാണോ എഴുതേണ്ടത് എന്നാലും കുഴപ്പമില്ല. പിന്നെ പ്രൊവൈഡ് സയന്റിഫിക് നോളജ് ടൈപ്പ്, അത് ഞാൻ നമ്മുടെ സോളാർ സിസ്റ്റത്തെ പറ്റിയാണ് എഴുതിയത്. 1 2 3 4 5 6 7 8. There are 8 planets. Our Earth is one of them. Earth is round in shape. It looks like a football. Sun is a big hot star. Stars give out their light. Sun gives heat and light. All the planets revolve around the sun. അങ്ങനെ സയന്റിഫിക് നോളജ് വരുന്നത് അത് തന്നെ. പിന്നെ ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ ബോഡിയെ പറ്റിയായിരുന്നു. വി ഹാവ് 2 eyes, eyes help us to see. We have 2 ears, ears help us to see. 1 nose, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ. നമ്മളുടെ സെൻസറി ഓർഗൻസ് എല്ലാം അതിൽ വരിക. നോസ് ഹെൽപ്സ് us to smell. We have 1 tongue, tongue help us to taste. അങ്ങനെ we have 2 hands, hands help us to touch. We have 2 legs, legs help us to walk. Question and answer type. Which is the yellow color flower? It is sunflower. അടുത്ത ലൈനിലെ ആൻസർ. Which flower grows on water? It is lotus. Which plant has goat thorns? It is rose plant. Which is a medicinal plant? It is basil plant. Who is king of fruits? It is mango. Question answer type. അത് തന്നെ. നെക്സ്റ്റ് പിന്നെ അനിമൽസിനെ പറ്റി കുറച്ച് എഴുതി. അടുത്ത റൈമായിട്ട് 2 എണ്ണം വേണമല്ലോ. Who guards our house? It is dog. Who has good black and white stripes? It is zebra. Who has good colorful wings? It is butterfly. അതിന്റെ എല്ലാം പിക്ചർ ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. Who has good beautiful feathers? It is peacock. റൈമിംഗ് ഒരു റെക്കോർഡിലും സ്റ്റോറി വേറെ റെക്കോർഡിലും അങ്ങനെയാണ് എഴുതണ്ടേ? റെക്കോർഡല്ലേ? Illustrated action rhyme book. അടുത്തത് ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി. മൂന്നാമത്തെ ഇല്ലേ? മൊത്തം 4 റെക്കോർഡല്ലേ? 5. 5. 4 തന്നെ എഴുതണം, തന്നെ വീട്ടിലിരുന്ന് എഴുതണം. 5ാമത്തെ റെക്കോർഡ് നമ്മൾ ക്ലാസ്സിലിരുന്ന് നമ്മൾ ഞാൻ പറഞ്ഞു തരും, അപ്പൊ എഴുതുവാണ്. പ്രാക്ടിക്കൽസ് ആണ്. 3 റെക്കോർഡ് എഴുതാനുള്ളത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടോ? 4 എഴുതാനുള്ളത് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എഴുതി, ഞാൻ കണ്ടില്ലായിരുന്നു, അതുകൊണ്ടാണ്. 4ന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. 4 പേജ് ആയിട്ട് ഒരു PDF ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ മാം. Next, provides general knowledge. It was once a seed. The farmer sowed and watered it. Then it grew into a sapling. It grew and became a plant. Later, it became a tree. It bears tasty fruits. All eat its fruits and rest in its shade. ഒരു പിക്ചർ ഉണ്ടായിരുന്നു നമ്മളുടെ കുട്ടികളുടെ ടെക്സ്റ്റിൽ നിന്നാണ്. പിന്നെ healthy habits type. Early to bed, early to rise, make everyone healthy one. Brush your teeth twice a day. Make your smile white as milk. Wash your hands before and after every meal.
take a bath twice a day. You can feel and see best of you only. അപ്പൊ അത് ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ്. വീണ്ടും അതുണ്ട് അടുത്തത് pray to God every day. Have healthy food in time, then only you get power. Comb your hair regularly, you can see how nice it is. Trim your nails regularly, it should be good for you. Wear neat and clean clothes, then you can see how smart you are. About great people, ഞാൻ എഴുതിയത് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചും മദർ തെരേസയെ കുറിച്ചുമായിരുന്നു. രണ്ടുപേരെ കുറിച്ച് നമുക്ക് എഴുതണമായിരുന്നു. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തത് ജീസസ് ക്രൈസ്റ്റിനെയും മദർ തെരേസയായിരുന്നു. O Jesus, you Son of God, is unique and kind, heals the wound and pain. He speaks about love only. He says you shall love your neighbors as yourself. He says love God with all your heart, soul and mind. He the love and kind. മദർ തെരേസ. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ ഒരു ഗ്രേറ്റ് പീപ്പിൾ ആയിട്ട് പോകുന്ന രണ്ടുപേരെ എഴുതുക. പിന്നെ അബൌട്ട് അനിമൽസ്, we can make so many sounds. Animals can make their own sounds. Dog barks, bow bow bow. Cat mews, mew mew mew. Cow moos, moo moo moo. Sheep says ba ba ba. Horse says neigh neigh neigh. Donkey says bray bray bray. Elephants trumpet loudly. Lion and tiger roar aloud. അനിമൽസിന്റെ പിക്ചേഴ്സ് കൊടുക്കാം. ഒരെണ്ണോട് വേണമായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് ഡൊമസ്റ്റിക് അനിമൽസിൽ നിന്ന് കുറേ പ്രോഡക്ട്സ് കിട്ടുന്നുണ്ടല്ലേ, ഡയറി പ്രോഡക്ട്സും ഒക്കെ അല്ലാതെയൊക്കെ ആയിട്ട്. കൗ ആൻഡ് ഗോട്ട് ഗീവ് us milk, so as buffalo too. Sheep gives us wool, so as make into clothes. Dog guards our home, he is too close to men. Oxen helps farmers in field, so as to make our work easy. Wild animals live in jungle, they are really good and cute. പിന്നെ അതുപോലെ തന്നെ ബേർഡ്സിനെ കുറിച്ച് സർ ഒരു അനിമലിനെ പറ്റി മാത്രമായിട്ടാണ് ഞാൻ എഴുതി വെച്ചത്. അങ്ങനെ എഴുതാം, പ്രോബ്ലം ഇല്ല കേട്ടോ, അങ്ങനെ എഴുതാം. ആ. എനിക്ക് ലൈൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാ അനിമലിനെയും ഗെറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ബേർഡിനെ വരച്ചപ്പം അതിന്റെ ഔട്ട്ലൈൻ സ്കെച്ച് കൊണ്ട് മാർക്ക് ചെയ്തു. ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തു. അത് ബാക്ക് സൈഡിൽ സ്മഡ്ജ് ചെയ്തിരുന്നതാണ്. ഇത് കണ്ടു, ബാക്ക് സൈഡിൽ അതിന്റെ ഒരു സ്മഡ്ജിങ്. അതുകൊണ്ടാണ് സ്കെച്ച് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നവർ. അപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ല. പിന്നെ പ്രെയർ സോങ്, നമ്മൾ ഓൾറെഡി പ്രെയർ സോങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2 വേണം. ചിലരൊക്കെ 2 ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നത്തിങ് റിലീജിയസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു പിക്ചർ കിട്ടി. എല്ലാ റിലീജിയസ് ബിലീഫിൽ പെട്ടവര് വരുന്ന ഒരു പിക്ചർ കണ്ടോ? ഓക്കെ, അതോടുകൂടി നമ്മളുടെ റൈം ബുക്ക് തീരുവാണ്. സ്റ്റോറി ബുക്ക് നിങ്ങൾക്ക് ഇച്ചിരി ഡൗട്ട് ഉണ്ടാവും അല്ലെ? റൈം കുറച്ചുകൂടി ഈസി ആണോ? സ്റ്റോറി ബുക്കില് ഫസ്റ്റ് 1 മോറൽ സ്റ്റോറി ആയിരുന്നു. എന്തോ തീം സോങ് തീം സോങ് ക്രിയേറ്റ് ചെയ്തോ? അല്ല, അത് ഈ സോങ് ബുക്കിലല്ലേ വരുന്നത്? തീം സോങ് ഞാൻ റെക്കോർഡിൽ എഴുതാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളോട് അത് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ കോഴ്സിനെ കുറിച്ച്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച്, നമ്മുടെ ഫെസിലിറ്റേറ്റേഴ്സിനെ കുറിച്ച്, നിങ്ങളുടെ ട്രെയിനീസിനെ കുറിച്ച്, അങ്ങനെ എന്തെല്ലാമാണോ ഫീൽ വരുന്നത് അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു തീം സോങ്. ആക്ച്വലി ഐ മിസ്ഡ് മൈ തീം സോങ്. ഞാൻ ഇതിപ്പോ റെക്കോർഡിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉണ്ടായിരുന്നു. ഞാൻ എവിടെയോ അത് എഴുതി വെച്ചു. അത് സംഭവം അത് മിസ്പ്ലേസ് ആയി. അതാണ് എനിക്ക്. പക്ഷെ തീം ഇതാണ് നമ്മുടെ കോഴ്സ്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്, കോഴ്സിന്റെ പോസിറ്റീവ് സൈഡ്സ്, അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ ലയൺ കിങ് ഓഫ് ദ ജംഗിൾ ഒരു മെസ്സേജ് കണ്ടല്ലോ. കിങ് ഓഫ് ദ ജംഗിൾ എഴുതാമോ? പിന്നെ എന്താ, തീർച്ചയായിട്ടും എഴുതാം. പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തും എഴുതാം. മാം, ഒരു
ഹരി മാം. ഹലോ പറഞ്ഞു കേൾക്കാം. മാം, ട്രെയിനിങ്ങിന് പോവാൻ പറഞ്ഞില്ലേ മാം? അപ്പൊ ഞാനിവിടെ അടുത്തൊരു സ്കൂളിൽ ഇങ്ങനെ ചോദിച്ചപ്പോ അവര് പറയുന്നത് നമ്മ ഏത് അക്കാദമിയിലാണ് പഠിക്കുന്നത് അവരൊന്ന് വിളിച്ചു പറയാൻ പറയണം മാം. ആണോ? അതെ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പറിലൊന്ന് ഈ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി, അവര് വിളിച്ചു പറയും. ശരി മാം. റെഫറൻസ് അതായത് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇവർക്ക് എന്തെങ്കിലും ഒരു റെഫറൻസ് അങ്ങനെ വേണമെങ്കിൽ എന്റെ നമ്പർ കൊടുത്തോളൂ. റെഫറൻസ് വയ്ക്കാം നിങ്ങൾക്ക്, നിങ്ങൾ വല്ല റിക്വസ്റ്റ് ഒക്കെ കൊടുക്കുമ്പോഴേ. യെസ് മാം. ഈവൻ ദോ നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് പോവാൻ റെസ്യൂം അപ്ലൈ ചെയ്യുമ്പോൾ റെഫറൻസ് നമ്മൾ കൊടുക്കില്ലേ, യു ക്യാൻ യൂസ് മൈ. ഓക്കെ. സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് അഡാപ്റ്റ് വേറെ ഒന്നിന്നും എടുത്ത് എഴുതാൻ പറ്റുന്നതുണ്ട്, അത് ഞാൻ പറയാം. ഫസ്റ്റ് പറഞ്ഞ ടോപ്പിക് മോറൽ സ്റ്റോറി ആയിരുന്നു. മോറൽ സ്റ്റോറി എങ്ങനെ വേണമെങ്കിൽ എഴുതാം, അതിനകത്ത് നിന്നൊരു മെസ്സേജ്, നല്ലൊരു മോറൽ വരണം, അത്രയേ ഉള്ളൂ. ഞാൻ എഴുതിയത് ഒരു പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഹെഡിങ് കൊടുക്കണം കേട്ടോ, കഥയ്ക്ക് ഒരു പേര് കൊടുക്കണമല്ലോ. പങ്ക്ച്വാലിറ്റി എന്നായിരുന്നു എന്റെ മോറൽ സ്റ്റോറിയുടെ ഹെഡിങ്. അതൊരു പെൺകുട്ടിയെ കുറിച്ചായിരുന്നു. ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, നല്ലതുപോലെ പഠിക്കും, എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്, ഡാൻസ്, പാട്ട്, അങ്ങനെ ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് ആളങ്ങ് മടിച്ചിയായി പോകും. അതായത് സമയത്ത് കാര്യങ്ങൾ ചെയ്യില്ല. പരീക്ഷ വരുമ്പോ നേരത്തെ പഠിച്ചൊന്നും വെക്കില്ല, പരീക്ഷയുടെ ആ സമയത്തുള്ള ഓടി പിടിച്ചുള്ള പഠിത്തമായിരിക്കും, പക്ഷെ നല്ല മാർക്ക് കിട്ടും. അപ്പൊ ആള് ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആവുന്നു. അതുകൊണ്ട് ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ചാലും മതി, ആ ഒരു ഇത്. അങ്ങനെ അക്കാഡമിക്സിലൊക്കെ നല്ല മാർക്കായിരുന്നു. ഇപ്പൊ പാരന്റ്സും ടീച്ചേഴ്സും എല്ലാം എപ്പോഴും പറയും എല്ലാം സമയത്ത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാലും അതൊന്നും ശ്രദ്ധിക്കില്ല ആള്. അങ്ങനെ PG ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജോലിക്ക് ട്രൈ ചെയ്യുവാണ് ഈ കുട്ടി. അങ്ങനെ ഒരു നല്ല കമ്പനികളിലേക്കൊക്കെ റെസ്യൂമെ അയച്ചു കഴിഞ്ഞപ്പം നല്ലൊരു റിക്രൂട്ടഡ് ഫേമിൽ നിന്ന് കോൾ ലെറ്റർ വന്നു ഇന്റർവ്യൂവിനുള്ളത്. ബട്ട് ആസ് യൂഷ്വൽ സംഹൗ ഇതിന്റെ രീതികൾ കാരണം ഇന്റർവ്യൂവിന് ലേറ്റ് ആയിപ്പോയി. അങ്ങനെ അതിന്റെ ചാൻസ് മിസ്സാവുകയാണ്. ഭയങ്കര വിഷമമായി. അതോടുകൂടി അവരൊരു ലെസൺ പഠിക്കുവാണ്, ഇങ്ങനെ പങ്ക്ച്വാലിറ്റി വേണം എല്ലാത്തിനെല്ലാം സമയത്ത്. അല്പം മുമ്പാണെങ്കിൽ അത്രയും നല്ല രീതിയിൽ അങ്ങനെ വേണം എന്നുള്ളത് മനസ്സിലായി. സമയം കീപ്പ് ചെയ്യണം, അതെല്ലാം മനസ്സിലായി. അങ്ങനെ ഒരു സ്റ്റോറി. അപ്പൊ എന്റെ സ്റ്റോറി ഒറ്റ പേജിലാട്ടോ നിന്നത്. ഈ ഒറ്റ പേജിൽ 2 പാരഗ്രാഫ്. അതിനൊരു പിക്ചർ വരച്ചത് ആ പെൺകുട്ടിയുടെ ഒരു പിക്ചർ മോളാണ് വരച്ചു തന്നത്. വരച്ചതൊന്നും ഞാനല്ല, മോളാണ് വരച്ചത്. വരച്ചു അവര് എന്നെ മാം, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു മാം. നമ്മൾ ഈ സ്റ്റോറിയും റൈമും എല്ലാം എഴുതുന്ന വലിയ നോട്ട്ബുക്കിലാണോ റെക്കോർഡ് ബുക്കിലാണോ? റെക്കോർഡ് ബുക്ക്. ഇതെല്ലാം നമ്മുടെ റെക്കോർഡ് ബുക്കിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ മാം. ഇനി ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി, ഇത് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം. ഞാൻ എഴുതിയത് തെന്നാലിരാമനെ കുറിച്ചായിരുന്നു. തെന്നാലിരാമന്റെ കഥ വന്ന ഒരു ബുക്ക്, അതിൽ നിന്ന് പിക്ചറൊക്കെ കട്ട് ചെയ്തെടുത്ത് തന്നെ ആ കഥ അങ്ങനെ തന്നെ അത് നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, അത് പ്രശ്നമില്ല. കാരണം ഹിസ്റ്റോറിക്കൽ സ്റ്റോറിയൊന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കമ്പാരിസൺ സ്റ്റോറി ഞാനിത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ ഹെഡിങ് പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ മദറാണ്. ഞാൻ ഇവിടെ ഒരു ജാസ്മിൻ പ്ലാന്റും റോസ് പ്ലാന്റും ഒരു ഗാർഡനിലുണ്ട്. അതിന്റെ തൊട്ടടുത്ത് എന്താ പറയാ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, കുട്ടികൾ അവിടെ കളിക്കാൻ വരും. ഇവർ കളിച്ചുകൊണ്ടിരുന്നപ്പോ ഇവരുടെ പന്തി ഗാർഡനിലേക്ക് ചെന്നു. ഈ ജാസ്മിൻ പ്ലാന്റ് ഭയങ്കര അഹങ്കാരിയായിരുന്നു. ലൈക്ക് നല്ല മണം മാത്രമല്ല ആളുകൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. റോസ് പ്ലാന്റ് പൂ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ നിറയെ മുള്ളുകളോ ആൾക്കാരടുത്ത് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും റോസ് പ്ലാന്റിനെ കളിയാക്കും. അങ്ങനെയൊക്കെയാണ് കഥയുടെ ഒരു ഇത്. അങ്ങനെ കുട്ടികൾ വന്ന് ഗാർഡനിലേക്ക് അവരുടെ പന്ത് നോക്കി വന്നപ്പോ പൂക്കൾ കണ്ടപ്പോ പൊതുവെ കുട്ടികൾ അത് പറിച്ചെടുക്കാനായിട്ട് നോക്കുള്ളൂ. അങ്ങനെ അവര് റോസ് പ്ലാന്റിന്റെ അടുത്ത് നിന്ന് പറിക്കാൻ നോക്കിയപ്പോ മുള്ളുകൊണ്ട് അവരത് വിട്ടിട്ട് ജാസ്മിൻ പ്ലാന്റിന്റെ പൂ അങ്ങനെ വലിച്ച് പറിച്ച് എടുത്ത് കുറെയൊക്കെ നശിപ്പിച്ച് അങ്ങനെ പോയി. അപ്പം ജാസ്മിൻ പ്ലാന്റിന് മനസ്സിലാവുകയാണ് മദർ നേച്ചർ കൊടുത്ത ഒരു ബ്ലെസ്സിങ് ആണ് ഈ തോൺ റോസ് പ്ലാന്റിന്. ഒന്നിനെയും അങ്ങനെ കളിയാക്കാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ച് കളിയാക്കരുത്, അത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാവുന്നു. അതാണ് ഒരു കഥ എഴുതിയത്. കമ്പാരിസൺ സ്റ്റോറീസ് ഉണ്ട്. ഫ്ലവേഴ്സിന്റെ ഒരു കമ്പാരിസൺ എന്ന രീതിയിൽ വലിയ അത് തന്നെ തീം എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ച് ഞാൻ അങ്ങനെ എഴുതി. ലോങ് സ്റ്റോറി. അപ്പൊ ഈ നൊമാഡ് സ്റ്റോറി ഏതായിരുന്നു മാം? നൊമാഡ് സ്റ്റോറി വരുന്നേ ഉള്ളൂ. അതായിരുന്നു മാം. ഓക്കെ. കമ്പാരിസൺ സ്റ്റോറിയാണ് ഞാനിപ്പോ പറഞ്ഞത്.
രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്ത്, അത് നിങ്ങൾക്ക് രണ്ട് കുട്ടികളെ ആക്കാം. ഞാനിപ്പോ ഫ്ലവേഴ്സിന്റെ കമ്പയർ ചെയ്തുള്ള ഒരു സ്റ്റോറി ആയിരുന്നു എഴുതിയത്. പിന്നെ ലോങ് സ്റ്റോറി, ഒരു നീണ്ട കഥ എന്നുള്ള രീതിയിലായിരുന്നു. ഇതുവരെ ഞാൻ പറഞ്ഞ ഒരു പേജിൽ നിന്നും 2 പാരഗ്രാഫ്, അടുത്തതൊരു 4 പാരഗ്രാഫിൽ എഴുതി 2 പേജിൽ നിൽക്കുന്ന ഒരു സ്റ്റോറി. അതൊരു സിമ്പിൾ സ്റ്റോറി ആയിരുന്നു. മീന ആൻഡ് ഹെർ പെറ്റ്. പാവപ്പെട്ട വീട്ടിലെ കുട്ടി, നല്ലപോലെ പഠിക്കും, എല്ലാരോടും നല്ല സ്നേഹവും ഒക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പൊ അത് സ്കൂള് വിട്ട് വരുന്ന വഴിക്ക് ഒരു പൂച്ചക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അപ്പൊ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, അതിന് പാലൊക്കെ കൊടുത്ത് അതിനെ വളർത്തി. അങ്ങനെ അതിന്റെ പെറ്റുമായിട്ട് അത് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അത് പോകുമ്പോഴൊക്കെ അതിന്റെ പുറകെ വരും, സ്കൂളിൽ പോകുമ്പോൾ ഗേറ്റ് വരെ വരും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട്, പാരന്റ്സ് ഉണ്ട്, പാരന്റ്സ് ഒക്കെ ഇങ്ങനെ ജോലിക്ക് പോണവരാണ്. അങ്ങനെയെല്ലാം എഴുതി. ഒരു ദിവസം ഈ കിറ്റണെ, ഈ പൂച്ചക്കുട്ടിയെ മിസ്സാവുകയാണ്. ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. കുറേ ദിവസം ആ വിഷമത്തിലായിരുന്നു, പലയിടത്തും അന്വേഷിച്ചിട്ട് കണ്ടില്ല. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അതുമായിട്ട് യൂസ്ഡായി. സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് പൂച്ചയുടെ കരച്ചിൽ കേട്ടു. നോക്കുമ്പോൾ അവിടെ ഒരു അമ്മ പൂച്ചയും ഇവളുടെ പെറ്റും അവിടെ നിൽക്കുന്നു. ഈ പെറ്റ് ഇവളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കരയുക. അപ്പൊ നോക്കുമ്പോ അമ്മ പൂച്ചയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ മുറിവ് പറ്റിയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ഈ കുഞ്ഞ് കരയുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഉള്ള പാരന്റ്സിന്റെ അടുത്ത് ഓടി ചെന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് വന്നു. അവര് അമ്മ പൂച്ചയും കിറ്റണേയും വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഊണ്ടൊക്കെ ഡ്രസ് ചെയ്തു. അങ്ങനെ 2 പൂച്ചകളും അവിടെ, അമ്മയും കുഞ്ഞും അവിടെ അവരുടെ കൂടെ താമസിച്ച് വളരാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കഥ. നിങ്ങളുടെ ഇഷ്ടം പോലെ എനിക്ക് എന്തും എഴുതാം. അപ്പൊ നമ്മള് ഒരു കഥ എഴുതുമ്പോ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് മെസ്സേജ് വരണം. അപ്പൊ ഇതെന്നൊക്കെ പറയുന്നത് പെറ്റ്, ചെറിയ മൃഗങ്ങളെ അതുങ്ങളോട് ദയവ് കാണിക്കണം, ഇഷ്ടം കാണിക്കണം, ഉപദ്രവിക്കരുത്, ആ ഒരു മെസ്സേജ് ഒക്കെ അവരുടെ ഉള്ളിലേക്ക് വരണം. പിന്നെ പങ്ക്ച്വാലിറ്റിയുടെ കാര്യം പറഞ്ഞു, അതൊക്കെ ഇവരുടെ ഉള്ളിലേക്ക് ഒരു മെസ്സേജ് വരണം. ഇങ്ങനെ ഒരു സിമ്പിൾ സ്റ്റോറിയിലൂടെ ആകുമ്പോൾ കുഞ്ഞുങ്ങള് അത് ഞാനും ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ഒരു ഫീൽ വരും. പിന്നെ ഒരു സ്റ്റോറി സോങ് പറഞ്ഞിരുന്നു അല്ലെ, പാട്ടിലൂടെ കഥ. ഇവിടെ സിംഗിങ് പാരറ്റ് എന്നുള്ള ഒരു ഇതാണ് ഞാൻ കൊടുത്തിരുന്നേ. Once a farmer got a parrot, he put it in a cage. The parrot sang all the time, make me free, I wish to fly high. The farmer said, no, you sang for me. One day the farmer sleeping under the tree, then a snake came near to him. The parrot sang, wake up, snake is coming near to you. Farmer woke up suddenly and got inside his home. He thanked the parrot and let her free. She sang, I wish to fly high. ഇതാണ് നമ്മുടെ സ്റ്റോറി സോങ്. ഓക്കെ, അപ്പൊ അത് പിക്ചർ ഞാൻ അവളോട് പറഞ്ഞ് ആ രീതിക്ക് തന്നെ അവള് വരച്ചു തന്നു. ഒന്ന് കൂട്ടിൽ കിടക്കുന്ന കഥ, ഒന്ന് ഫ്രീ ആയിട്ട് മരത്തിലിരിക്കുന്നത്, അതുപോലെ കുട്ടി വരച്ചു തന്നു. നെക്സ്റ്റ് സ്റ്റോറീസ് അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ്. കുറേ കഥകൾ നിങ്ങൾ ബാലരമയിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, സുഹൃത്തുക്കളായ പക്ഷി മൃഗമൊക്കെ ഉള്ളത്. അപ്പൊ ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്ന കഥയിലെ ഫ്രണ്ട്സ് ഒരു കാക്കയും ഒരു മാനും പിന്നെ ഒരു കൊച്ചു സ്നേക്കും. അപ്പൊ ആക്ച്വലി കഥ തുടങ്ങുമ്പോ ഈ കാക്കയും മാനുമാണ് ഫ്രണ്ട്സ്. അവരൊരുമിച്ച് കാട്ടിലെടുത്ത് ജീവിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഒരു ഈഗിളിന്റെ ക്ലോസ്, ആ കാലിന്റെ വിരലിൽ നിന്നൊരു കുഞ്ഞു പാമ്പ് താഴേക്ക് വീഴും. അത് ഫുൾ ബോഡിയിലൊക്കെ ഫുൾ വൂണ്ടായിരുന്നു. വല്ലാതെ വേദനയോടെ കരയുമായിരുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ടേക്ക് കെയർ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ സ്നേക്കും അവരുടെ ഫ്രണ്ടായി അവർ 3 പേരും കൂടെ വളരെ ഹാപ്പി ആയിട്ട്. സിമ്പിൾ കഥയല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അബൌട്ട്, അപ്പൊ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനത്തെ ഒരു കാര്യം, ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ ബാക്കി 2 പേര് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അതിനകത്ത്. അപ്പൊ കുട്ടികളിലേക്ക് ഒരു മെസ്സേജ് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ റെക്കോർഡിന്റെ ലക്ഷ്യം. ഇനി അതാ സ്റ്റോറി, എന്തെങ്കിലും ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എഴുതാം. ഞാൻ ഇവിടെ എഴുതിയത് ഹാർഡ് വർക്ക് ആൻഡ് ലക്ക്. എനിക്ക് കുട്ടികളുടെ ടെക്സ്റ്റ്. മാം ഒരു കാര്യം, ഇത് എത്രാമത്തെ റെക്കോർഡിൽ എഴുതണ്ടേ? ഞാൻ 4 റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു റെക്കോർഡ് നിങ്ങൾ എല്ലാരും കംപ്ലീറ്റ് ചെയ്തു അല്ലെ, കിഡ്സ് ആക്ടിവിറ്റി.
അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഉള്ളത് 3 അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ചിലർക്ക് ചിലപ്പോൾ റൈംസ് ആയിരിക്കും കുറേ മനസ്സിലേക്ക് വരുന്നത്, വേഗം റൈംസ് എഴുതാം. റൈംസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കഥയുടെ ഒരു ഇത് ഐഡിയ കിട്ടുക, നേരെ ആ കഥയുടെ സ്റ്റോറി ബുക്കിലേക്ക് വേഗം ആ റെക്കോർഡിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, അത് ഫുള്ള് ആ റെക്കോർഡിൽ ഫുൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കഥകൾ തന്നെ എഴുതണ്ടേ? സോങ്ങിന്റെ ഓരോ ടോപ്പിക്ക് തന്നിട്ടുണ്ടല്ലോ, അതിനെ റിലേറ്റ് ചെയ്യുന്ന കഥകൾ എഴുതുക. ഓക്കെ ഓക്കെ. പിന്നെ എനി അതർ സ്റ്റോറി എന്ന് പറഞ്ഞൊരു ടോപ്പിക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥ എഴുതാം. അപ്പൊ എനിക്ക് എന്ത് കഥ എഴുതുന്ന ആലോചിച്ചപ്പോ കുട്ടികളുടെ ടെക്സ്റ്റില് ഈ ഗോതമ്പിന്റെ വിളവെടുപ്പ് അവരുടെ EVSന്റെ ടെക്സ്റ്റിലായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അതിന്റെ കുറെ പിക്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ആ പിക്ചർ എല്ലാം ഞാൻ എടുത്തിട്ട് അതൊരു കഥയാക്കി. അത് ഒരു ഫാർമർ ഗോതമ്പ് നട്ടു, അത് കഴിഞ്ഞപ്പം സൺലൈറ്റ് വെള്ളമൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോ അത് നല്ലതായിട്ട് ആയി, പിന്നെ അത് ഗോൾഡൻ കളറായി, കറക്റ്റ് അത് പാകമായി. അത് കട്ട് ചെയ്യാനായിട്ട് LKG UKG കുട്ടികളെ പുസ്തകത്തിലുണ്ട് ഇങ്ങനത്തെ കഥകളുടെ. അപ്പൊ അത് വെച്ചിട്ട് എന്തോ കിമ്മി പറഞ്ഞു, നമ്മളിപ്പോ എല്ലാ സ്റ്റോറി എഴുതുമ്പോ അതിനോട് അനുബന്ധമായിട്ടുള്ള പിക്ചർ അപ്പുറത്തെ പേജിൽ ഒട്ടിക്കണം വേണം. നമ്മുടെ റെക്കോർഡിന്റെ പേര് അത് തന്നെയാണ്, ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി ബുക്ക്. ഇല്ലുസ്ട്രേഷൻ മീൻസ് ആ ഒരു പിക്ചറൈസേഷൻ ആണ്. കൾട്ടിവേഷൻ അത് തന്നെ തസ്രിഫ. ഓക്കെ, ഇതിനകത്ത് ഞാൻ എന്നിട്ടൊരു ഹാർഡ് വർക്ക് ആൻഡ് ലക്ക്, ഇങ്ങനെ ഓൾഡ് ഫാമർ ഉണ്ടായിരുന്നു. അയാള് സ്മോൾ വില്ലേജിലാണ് ജീവിച്ചിരുന്നത്, വളരെ പുവർ ആൻഡ് ഹാർഡ് വർക്കിംഗ്. പക്ഷെ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അയാൾക്ക് കാര്യമായ ഒരു പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദിവസം അയാളിങ്ങനെ ഫീൽഡിൽ അയാള് പാടത്തിങ്ങനെ പോയ സമയത്ത് അവിടെ നിന്ന് അയാൾക്ക് ഒരു ബോക്സ് കിട്ടുകയാണ്, ഒരു സ്മോൾ ബോക്സ്. അതിനകത്തൊരു നോട്ട് ഉണ്ടായിരുന്നു. ആ നോട്ട് അയാൾ തുറന്നു നോക്കിയപ്പോ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, വെയിറ്റ്, ലക്ക് വിൽ കം ടു യു സൂൺ. ഫാർമർ വിചാരിച്ചു എന്ത് ലക്കാ കിട്ടാൻ പോകുന്നത്. അയാള് പിന്നെ അയാളുടെ വർക്കിലേക്ക് തന്നെ പോയി. പിറ്റേ ദിവസമായപ്പം അയാൾക്ക് വേറൊരു ബോക്സ് കിട്ടി അവിടെ നിന്ന്. അതിനകത്ത് കുറെ സീഡ്സ് ഉണ്ടായിരുന്നു, വിത്തുകൾ. അയാള് വിത്ത് കിട്ടിയപ്പോ അയാള് ഫാമർ അല്ലേ, അയാള് വേഗം അതെല്ലാം വിതച്ചു. അങ്ങനെ അതിനെ ഡെയിലി വെള്ളം നനച്ചൊക്കെ കൊടുത്തു. അപ്പം ഒരു വീക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സീഡ്സ് ഒക്കെ സ്പ്രൗട്ട് ചെയ്യാൻ തുടങ്ങി, മുള പൊട്ടി. അങ്ങനെ അയാള് ക്രോപ്സ് എല്ലാം അതിനകത്ത് വന്നു തുടങ്ങി, നല്ല ഹാർഡ് സ്ട്രോങ് ആയിട്ടുള്ള, പിന്നെ അത് ഗോൾഡൻ കളറായി, റെഡി ടു ടേക്ക് ആ ഒരു രീതിയിലായി. അങ്ങനെ അയാൾ അത് എല്ലാം എടുത്തപ്പോ അയാൾക്ക് കുറേ ചാക്ക് ധാന്യങ്ങൾ കിട്ടി. സോ അതെല്ലാം കൊണ്ടുപോയി വിറ്റു. അങ്ങനെ അയാൾക്ക് നല്ലപോലെ ക്യാഷ് കിട്ടി, നല്ല പ്രോഫിറ്റും കിട്ടി. ഭയങ്കര ഹാപ്പിയായി. അയാൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് അയാൾ ബാക്കിയെല്ലാം പാവങ്ങൾക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ കഥ ഞാൻ എൻഡ് ചെയ്തേക്കുന്നത്. നൊമാഡ് സ്റ്റോറി, നാടോടിക്കഥ ചോദിച്ചില്ലേ? നാടോടിക്കഥ ഏതെങ്കിലും നാടോടിക്കഥകൾ എഴുതിയാൽ മതിയോ എന്ന് എന്നോട് ചോദിച്ചു. നിങ്ങൾക്ക് നാടോടിക്കഥ ക്രിയേറ്റ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് എനി ജാപ്പനീസ് നൊമാഡ് സ്റ്റോറി ഓർ ചൈനീസ് വട്ടവർ ഇറ്റ് ഈസ്, ഏതെങ്കിലുമൊക്കെ ഒരു നാടോടിക്കഥ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ ആ മിത്തോളജി സ്റ്റോറി ഞാൻ തെന്നാലിരാമന്റെ എഴുതുന്നു പറഞ്ഞില്ല, അതും നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ ആൻഡ് മിത്തോളജി സ്റ്റോറിയും എവിടെന്നെങ്കിലും എടുക്കാം. നാടോടിക്കഥ കിട്ടിയില്ലെങ്കിൽ അതും എടുക്കാം. ഞാൻ പക്ഷെ ഒരു കഥ ക്രിയേറ്റ് ചെയ്തു. അത് നാടോടിക്കഥ എന്ന് പറയാൻ പറ്റില്ല, അത് നാടോടികളുടെ ഒരു സ്റ്റോറി ആ ഒരു രീതിയിൽ ഞാൻ അങ്ങ് എഴുതിയതാണ്. എന്റെ മാം ഒന്നും പറഞ്ഞൊന്നുമില്ല. കൈൻഡ് ഹീര എന്നാണ് ഞാൻ അതിന് പേര് കൊടുക്കുന്നത്. ഹീര ഒരു നൊമാഡ് ഗേൾ ആണ്. അവളും അവളുടെ പാരന്റ്സും കൂടെ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക്, അവർ ഫുൾ എപ്പോഴും യാത്രയായിരിക്കുള്ളൂ. അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് മെഡിസിൻസും, ഇവരുണ്ടാക്കുന്ന കുറച്ച് മെഡിസിൻസ് ഉണ്ടല്ലോ, ആ മെഡിസിൻസ് ഒരു സ്ഥലത്ത് വിൽക്കുക. തീർന്നു കഴിയുമ്പോൾ പിന്നെ ആ സ്ഥലത്തെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. കിട്ടുന്ന ഇൻകം കൊണ്ട് അവർ ജീവിക്കുന്നു എന്ന് പറഞ്ഞാണ് കഥ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു വില്ലേജിൽ പോയപ്പോഴേക്കും അവൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നടക്കുമല്ലേ, അതുപോലെ ബാഗൊക്കെ തൂക്കിയാണ്, അവന് കറക്റ്റ് പിക്ചർ കിട്ടി. ഇങ്ങനെ ബാഗൊക്കെ തൂക്കിയാണ് ആ പോകുന്നത്. ഭയങ്കരമായിട്ട് ദാഹിച്ചു. ഒരു വീട്ടിൽ ചെന്ന് വെള്ളം ചോദിച്ചപ്പോ ആ ലേഡി വെള്ളം കൊടുത്തില്ല, ഇവള് ആട്ടി പായിച്ചു. ഒരു റിച്ച് ലേഡി ആയിരുന്നു. അവൾക്ക് പെട്ടെന്ന് വിഷമം തോന്നിയെങ്കിലും അവള് പിന്നെ അത്ര അത് കാര്യമാക്കിയില്ല. അവര് വേറെ വല്ല മൂട്ടിലായിരിക്കും, ടെൻഷനിലായിരിക്കും എന്ന് വെച്ചാൽ അവള് പോന്നു. അപ്പൊ അങ്ങനെയുള്ള എല്ലാം സെല്ല് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തിരിച്ച് അവൾക്ക് പാരന്റ്സിന്റെ അടുത്തേക്ക് എത്താനായിട്ട് ഈ സെയിം വീടിന്റെ മുന്നിൽ കൂടെ തന്നെ പോകേണ്ട വന്നു. അങ്ങനെ പോകുന്ന വഴിക്ക്
ഭയങ്കരമായിട്ടൊരു കരച്ചിൽ കേട്ടു. അങ്ങനെ ചെന്ന് നോക്കിയപ്പം ആ ലേഡി കരയുവാണ്. ഇവരുടെ വീടിന്റെ മുമ്പിൽ വലിയൊരു പോണ്ട് ഉണ്ട്. ഒരു ബേബി, ചെറിയൊരു കുഞ്ഞു ആ വെള്ളത്തിൽ മുങ്ങി താഴുന്നു. അങ്ങനെ ഇവള് പോയി രക്ഷിക്കുന്നു. അപ്പൊ ആ ലേഡിക്ക് ഭയങ്കര സന്തോഷമായി. ഇവരോട് സോറി പറയുന്നു. ഇവൾക്ക് കഴിക്കാനായിട്ടും ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. അപ്പൊ ഇവൾ ഇൻ റിട്ടേൺ ഇവളുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കുറെ കൊടുത്തിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നതാണ്. അങ്ങനെയാണ് ഞാൻ എഴുതിയ നാടോടി കഥ. അത് നാടോടികളുടെ കഥ എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി. നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഇതൊക്കെ എങ്ങനെ റെഡിയാക്കിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പൊ എന്നോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അന്ന് എഴുതി ഇന്ന ഡേറ്റിൽ സബ്മിറ്റ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞപ്പോ അതൊക്കെ അങ്ങ് വന്നു. ഇനി ഒരെണ്ണം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാം ഏത് ഏജിലാ മാം ഇത് കോഴ്സ് ചെയ്തത്? എനിക്കിപ്പോ 45 കഴിഞ്ഞു. 2018 ഞാൻ കോഴ്സ് ചെയ്തത്. ദാറ്റ് മീൻസ് 40 അടുത്തായ സമയത്താണ്. അതൊക്കെ ആയ ഒരു അപ്പൊ ഞങ്ങൾക്കും പറ്റൂലേ? തീർച്ചയായിട്ടും ഏജ് ഒരു ഫാക്ടറി അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. നമ്മള് ഡെയിലി നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമല്ലോ, അത് മതി കഥ എഴുതാനായിട്ട്. പക്ഷെ പിന്നീട് ഈ റെക്കോർഡ് പ്രിപ്പയർ ചെയ്ത് അതിന് സൈനൊക്കെ കിട്ടി എന്ന് വെച്ചതിന് ശേഷം പിന്നെ ഒരു കഥ എഴുതാൻ ഒരിക്കലും തോന്നിയിട്ടില്ല. ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ കുത്തിക്കുറിക്കുന്നല്ലാണ്ട് ഒരു കഥയായിട്ട് പിന്നെ വരണേ ഇല്ല. നമ്മള് ഇരിക്കാഞ്ഞിട്ടായിരിക്കാം. ഇതിപ്പോ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട വന്നത് കൊണ്ട് ഇത് നടന്നേ ഉള്ളൂ. മാം +2 മലയാളത്തിലുണ്ട് ഒരു നാടോടികളെ കുറിച്ചിട്ട് എഴുതാനുണ്ടായിരുന്നു. എന്താ ഒരു കഥയായിട്ട്. ഞങ്ങക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ? ഒരു നാടോടിയല്ല, മൊത്തത്തിൽ നാടോടികളെ കുറിച്ചിട്ടുള്ള എന്താ വീട്ടുകാരും നാടോടികളും തമ്മിൽ പറഞ്ഞിട്ട് അവര് കുളിക്കണ മഴയത്താണ്, നമ്മള് കുളിക്കണ നമ്മളെ വീട്ടില് ഉള്ളില് കുളി റൂമിലാണ്. പിന്നെ അവര് പാർക്കണ രാത്രി കിടക്കണത് ആകാശം കണ്ടിട്ടാണ്. അവർക്ക് വീടില്ല, അവരെ വീട് വലിയ വീടാണ്. നമ്മളെ വീട് നമ്മള് അടച്ചുറപ്പുള്ള ഒരു വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളൊരു കഥ ഒരു 2 പേപ്പർ ഫുള്ള് എഴുതിക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് അത് ഇംഗ്ലീഷിലാക്കാനൊക്കെ കുറച്ച് പാട്. നാടോടികളെ കുറിച്ചിട്ട് തന്നെയാണ് അതിൽ മൊത്തം എഴുതിക്കണേ. നല്ല എനിക്ക് മാർക്ക്. ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ, അതിൽ കഥയൊന്നുമില്ലല്ലോ. അതന്നെ, അത് കഥയല്ല. നാടോടികൾ എങ്ങനെ ജീവിക്കണോ, നമ്മളെങ്ങനെ ജീവിക്കണോ എന്നുള്ള ആ ഒരു ഇതാണ് എഴുതിക്കണേ. അത് പറ്റൂല അല്ലെ? ഇത് പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കഥയും കൂടെ അതിനകത്ത് ചേർത്തു. അതിനകത്ത് ഇന്ന ഒരാളുണ്ടായിരുന്നു, അവരിങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഥ എഴുതുക. അങ്ങനെ എഴുതേണ്ടി വരും. അടുത്തത് എൻവയോൺമെന്റ് സ്റ്റോറിയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്യാം. ഇതെനിക്ക് ഈ ബാച്ചിൽ നിന്ന് തന്നെ ഞാൻ തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു. നമ്മളിങ്ങനെ കഥ എഴുതുമ്പോൾ റാറ്റിന് പകരം റാറ്റിന്റെ പിക്ചർ, ക്യാറ്റിന് പകരം ക്യാറ്റിന്റെ പിക്ചർ, ട്രീക്ക് പകരം ട്രീയുടെ പിക്ചർ, അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എഴുതാം. ഞാൻ അങ്ങനെയല്ല എഴുതിയത് ശരിക്കും. ഇത് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ പറഞ്ഞില്ല മറ്റേ കൊരങ്ങന്റെയും മുതലയുടെയും കഥയൊക്കെ വെച്ചിട്ട്. ഇത് കുട്ടികളുടെ ബുക്കിന്ന് ഞാൻ എടുത്തതാ. കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറച്ച് പിള്ളേരുണ്ട്. അവർക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അവര് പാർക്കിൽ എന്നും പോയി കളിക്കും. അങ്ങനെ പാർക്കിൽ പോയി കളിക്കാൻ നേരത്തെ ഒരാള് 2 കുരങ്ങന്മാരെ, കുട്ടി കുരങ്ങന്മാരെ കഴുത്തിൽ കയറൊക്കെ ഇട്ട് കെട്ടിക്കൊണ്ടുവന്ന് അതുങ്ങളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്നു. ഡാൻസ് ചെയ്യാതിരുന്ന അവരെ ബീറ്റ് ചെയ്യുന്നു, വടി കൊണ്ട് നല്ലപോലെ അടിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഫസ്റ്റ് പിക്ചറില് ഇവര് പാർക്കിൽ കളിക്കുന്നു. സെക്കൻഡ് പിക്ചറില് കാണുന്നുണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ബ്ലഡ് ആക്കിയത്. സെക്കൻഡ് പിക്ചറില് കുരങ്ങന്മാരെ കാണാം. അയാൾ ഇങ്ങനെ കഴുത്തിൽ കയറ് കെട്ടിക്കണാണ്. അതാണ് അടുത്തതില്. അപ്പൊ എന്താണ് പിക്ചർ അത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ യൂസ് ചെയ്യാം കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ യൂസ് ചെയ്യാം. അങ്ങനെയും എഴുതാം. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ബേർഡ്സിന് പകരം ക്യാറ്റിന്റെ പിക്ചർ ഒട്ടിക്കാം. അപ്പൊ ഇത് കണ്ടപ്പോ കുട്ടികൾക്ക് ഭയങ്കര വിഷമായി. കുട്ടികൾ ചെന്ന് അയാളോട് പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ കുട്ടികളായതുകൊണ്ട് അയാള് അതൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ അവര് വീട്ടിൽ പോയി ഒരു കുട്ടി ആദ്യം അതിന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നു, വേറൊരു കുട്ടി അതിന്റെ സിസ്റ്ററെ വിളിച്ചോണ്ട് വന്നു. ഒരു കുട്ടി വിളിച്ച അമ്മ ഡോക്ടറായിരുന്നു. എന്താ പറയാ, ഒരു കുട്ടി എന്റെ അച്ഛനെ വിളിച്ചോണ്ട് വന്നു. അപ്പോഴേക്ക് ഇയാള് അമ്മയും സിസ്റ്ററും വന്നിട്ടൊന്നും പറഞ്ഞിട്ട് കേൾക്കാനിട്ട് ഒരു കുട്ടി അതിന്റെ അച്ഛൻ പോലീസ് വന്നപ്പോഴേക്ക് ഇയാളങ്ങ് പേടിച്ചു. അങ്ങനെ ഫീസിനെ ഫ്രീ ആക്കി. അപ്പൊ ഡോക്ടറായ അമ്മ അവർക്ക് മരുന്നൊക്കെ വെച്ചു കൊടുത്തു. അതൊക്കെ പിക്ചർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഡോക്ടർ മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നു. കുട്ടികൾ ഭയങ്കര ഹാപ്പിയായി.
അത് കഴിഞ്ഞപ്പോ അയാൾക്കും ഒരു മാനസാന്തരം. അയാൾ വന്ന് കുട്ടികളോട് പറഞ്ഞു, നിങ്ങളാണ് എന്റെ കണ്ണൊക്കെ തുറന്നത്, ഞാൻ ഇനി മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, പിടിച്ചുകൊണ്ട് വരില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുട്ടികളെല്ലാം ഹാപ്പി. അങ്ങനെ 8 പിക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിലെന്താണോ ആ പിക്ചറിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുക്കാം എവിടെന്നെങ്കിലും, കുഴപ്പമില്ല. അടുത്തത് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും എടുക്കാം. മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ. ഞാൻ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല, കുട്ടികളുടെ മലയാളം ടെക്സ്റ്റ് എന്നുള്ളൊരു കഥയായിരുന്നു. അത് ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഭയങ്കര ദാഹം തോന്നി. അപ്പൊ അടുത്ത് കണ്ട കിണറിൽ നിന്ന് വെള്ളം കുടിച്ചു. അപ്പൊ നാട്ടുകാർ അവനെ തല്ലാൻ വന്നു. കാരണം അവൻ ലോ കാസ്റ്റ് ആണ്, അത് കൂടിയ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രം ഉപയോഗിക്കേണ്ട കിണറാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അവനത് ഭയങ്കരമായിട്ട് അവനെ ഹേർട്ട് ചെയ്തു. അവന് ബോഡിയുടെ പെയിനേക്കാളും, ബോഡിക്ക് പെയിൻ ഉണ്ടായിരുന്നു, അതിനേക്കാൾ കൂടുതൽ അവന്റെ മനസ്സ് ഭയങ്കരമായിട്ട് പെയിൻ ആവുമായിരുന്നു. He took a bold decision sitting in his room that he will fight against this untouchability. He repeated in his mind, this is cruel and injustice. I will definitely fight against it and will change it forever. Who was that brave boy? He who fought for the development of poor people. And when India got independent, he made the Indian Constitution. That is Dr. Bhimrao Ramji Ambedkar. ഓക്കെ, ആ ഒരു സ്റ്റോറിയില് ഉണ്ടായിരുന്നത്, ഞാനത് കട്ട് ചെയ്തൊന്നുമില്ല, അവരുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നത് അങ്ങനെ എന്റെ മോൾ എനിക്ക് വരച്ചു തന്നു. കിണറും ആൾക്കാർ വടിയായിട്ട് അവനെ കേൾപ്പിക്കാൻ പറഞ്ഞതും പിന്നെ അംബേദ്കറുടെ ഒരു പിക്ചർ അതും ഒട്ടിച്ചു. സോ അതായിരുന്നു കഥ. അതൊക്കെ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം, കാരണം ഗ്രേറ്റ് പീപ്പിൾ അതൊക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സയന്റിഫിക് നോളജ് തരുന്ന സ്റ്റോറി, അതും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എഴുതിയത് എക്സ്റേ കണ്ടുപിടിച്ച, അതും ഇവരുടെ മലയാളം ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നായിരുന്നു. അൺനോൺ റേ എന്ന് പറഞ്ഞ എക്സ്റേ കണ്ടുപിടിച്ചത്, റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചതായിരുന്നു എഴുതിയത്. അപ്പൊ ഏതൊക്കെ നമുക്ക് അങ്ങനെ എടുക്കാം. ഹിസ്റ്റോറിക് ആൻഡ് മിത്തോളജി സ്റ്റോറി, അത് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും എടുക്കാം. അത് തെന്നാലിരാമനെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. പിന്നെ നൊമാഡ് സ്റ്റോറിയും വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പിക്ചോറിയൽ സ്റ്റോറിയും എടുക്കാം. പിന്നെ ഗ്രേറ്റ് പീപ്പിളിനെ കുറിച്ചുള്ളത് അതും എടുക്കാം. സയന്റിഫിക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നതും ഏതെങ്കിലും സ്റ്റോറി അതുപോലെ എടുക്കാം. എളുപ്പമായില്ലേ? ബാക്കി മാത്രം ക്രിയേറ്റ് ചെയ്ത പോലെ. ഇനി നോവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് എഴുതും. ഞാൻ എഴുതിയ നോവലിന് 2 ചാപ്റ്ററേ ഉള്ളൂ കേട്ടോ. ഓരോ ചാപ്റ്ററിനും ഒരു പിക്ചർ എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതിയ നോവൽ. 2 കുട്ടികളെ കുറിച്ചായിരുന്നു. അവർ ടിൻസ് ആയിരുന്നു, ഒന്ന് ബോയും ഒന്ന് ഗേളും. റീനു ആൻഡ് റിയാൻ ടിൻസ് ആയിരുന്നു. പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ഒക്കെ ആയിട്ട് അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളാണ്. അങ്ങനെ കുറച്ച് സ്റ്റോറി വലുതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലി ഡീറ്റെയിൽസ്. ഇപ്പൊ ചാപ്റ്റർ 1 മുഴുവനും അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവര് എല്ലാ ദിവസവും രാവിലെ തന്നെ എണീക്കും. അമ്മ ഹെൽപ്പോട് കൂടി അവർ തന്നെ റെഡി ആകും. ചെറിയ കുട്ടികളാണല്ലോ, ഒറ്റയ്ക്ക് അവര്, പക്ഷെ അവര് കുറെ കാര്യങ്ങൾ തന്നെ ചെയ്യും. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ ഹോംവർക്ക് ചെയ്യും, അതിനുശേഷം കളിക്കാനായിട്ട് പോകും. ഇതെല്ലാം നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് ചെല്ലും. പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിരുന്ന പ്രെയർ ടൈം ഉണ്ട്. അതിനുശേഷം അവര് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ചാപ്റ്റർ 2 ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നതായിട്ടാണ്. അതൊരു സാറ്റർഡേ ആയിരുന്നു, അവർക്ക് ഹോളിഡേ ആയിരുന്നു. അപ്പൊ അമ്മ ഇവർക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കുക്കീസ് ഉണ്ടാക്കി. ഇവർ 2 പേരും കൂടെ പുറത്തു പോയിരുന്ന കഴിക്കുമായിരുന്നു. അപ്പം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാക്ക വന്നിട്ട് ഇത് പെൺകുട്ടിയുടെ, റീനു എന്നാണ് പെൺകുട്ടിയുടെ, അതിന്റെ കയ്യിൽ നിന്ന് അത് സ്നാച്ച് ചെയ്തു. അവളുടെ കയ്യിൽ നിന്ന്. കുഞ്ഞു കുട്ടിയല്ലേ, അവള് പെട്ടെന്ന് പേടിച്ചു പോയി, പാനിക്കായി. അത് മാത്രമല്ല കൈ മുറിയുകയും ചെയ്തു. അപ്പം ബ്ലഡ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോഴേ കുട്ടി പെട്ടെന്ന് പാനിക്കായി. അവർ 2 പേരും പേടിച്ചു പോയി. ഈ റീനും പേടിച്ചു പോയി. 2 പേരും ഉറക്കെ കരയാൻ തുടങ്ങി. പെയിൻ കൊണ്ട് റീനു കരയാൻ തുടങ്ങി. അവള് പെട്ടെന്ന് തന്നെ അൺകോൺഷ്യസ് ആയി. ചോരയൊക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്ക്. ആ അന്നത്തെ ദിവസം അച്ഛൻ ഗ്രാൻഡ് പാരന്റ്സിനെ റെഗുലർ ചെക്കപ്പിന് കൊണ്ടുപോയിരിക്കുകയായിരുന്നു. ഇതൊക്കെ അവരുടെ ഉള്ളിലെ നല്ലൊരു മെസ്സേജ് കൊടുക്കും. അച്ഛൻ ഗ്രാൻഡ് പാരന്റ്സിനെ കൊണ്ടുപോയി എന്നുള്ളത് റെഗുലർ ചെക്കപ്പിന്. അമ്മ പെട്ടെന്ന് ഓടി വന്നു. നൈബറുടെ സഹായത്തോടു കൂടി ഹോസ്പിറ്റലിലാക്കുവാണ്. ഡോക്ടർ പറഞ്ഞു നത്തിങ് ടു വറി, അങ്ങനെ ഇപ്പൊ തന്നെ ശരിയാവുമ്പോൾ.
പക്ഷെ റിയാൻ ഭയങ്കര വിഷമായി. സിബ്ലിംഗ് അല്ലേ, ടിൻ ബ്രദർ ആണല്ലോ. അങ്ങനെ അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ അടുത്തുനിന്ന് മാറിയില്ല, അവളുടെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുവായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും റീനു കണ്ണു തുറന്നു. അപ്പോഴേക്കും റിയാൻ അവളെ ഹഗ് ചെയ്തു. ഡിസ്ചാർജ് ആയി അവർ വീട്ടിലെത്തി. അപ്പൊ ഈ കുക്കീസ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നില്ല പ്രശ്നം. വീട്ടിൽ എത്തിയപ്പോഴേക്കും അമ്മ നല്ല കുക്കീസ് വേറെ അവർക്ക് അത്രയൊക്കെയാണ് കഥ. സോ നിങ്ങൾക്ക് പറ്റും. നെക്സ്റ്റ് ഡ്രാമയാണ്. ഡ്രാമ വരുമ്പോ നമ്മൾ ഓരോരുത്തരും പറയുന്ന ഡയലോഗായിട്ട് വരണം. ഞാൻ എഴുതിയ ഡ്രാമയില് സീൻ 1 സീൻ 2 അങ്ങനെ എഴുതാം. സീൻ 2 സീൻ 3 സീൻ 4 ഇത്രയുമുണ്ട്. 4 സീൻസ് ആണ് ഡ്രാമയിൽ വരുന്നത്. ഡ്രാമയ്ക്ക് ഒരു പിക്ചർ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. പിക്ചർ ഇല്ലെങ്കിൽ പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോ സീൻ 1 ടീനാസ് ഹോം. അപ്പൊ ടീന ഉണ്ട്, ഒറ്റ മോളാണ്, പാരന്റ്സ് ഉണ്ട്. അപ്പൊ ടീന ഡോളുമായിട്ട് കളിക്കുക. അപ്പൊ പാരന്റ്സ് ഇവളുടെ കളി കണ്ടുകൊണ്ട് പാരന്റ്സ് തമ്മിൽ സംസാരിക്കുവാണേ. അപ്പൊ മദർ എന്നിട്ട് ഫുൾ കോള്. പിന്നെ അവര് പറയുന്നതായിട്ടാണ്, ഡയലോഗാണ്. ലുക്ക്, no one is here for Tina to play. Let us go out somewhere. നമുക്ക് എവിടെയെങ്കിലും പോവാന്ന് അമ്മ അച്ഛനോട് പറയും. അപ്പൊ ഫാദർ, where will we go? We are new to this place. Let me call my friends and ask them about any place for hangout. അങ്ങനെ ഡയലോഗ്സ് അങ്ങനെ എഴുതണം. അതിനിടയ്ക്ക് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ, കാരണം ഹി മെയ്ഡ് എ ഫോൺ കോൾ, അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അവിടെ നമുക്ക് ഡയലോഗ് അല്ലല്ലോ. ഫോൺ കോൾ ടു someone and after that told to Tina's mother to get ready. അപ്പം പെട്ടെന്ന് തന്നെ റെഡിയാകാൻ പറഞ്ഞു. ഇപ്പൊ ടീനോടും പറഞ്ഞു പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെ അവർ തമ്മിൽ കുറെ കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ. നമ്മൾ പാർക്കിലേക്ക് പോവാണെന്ന് പറയുവാണ്. അപ്പൊ ടീന ഭയങ്കര ഹാപ്പിയായി. സീൻ 2 കാണിക്കുന്നത് പാർക്കാണ്. കുറെ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. കുറെ കുട്ടികൾ അവിടെ ഊഞ്ഞാലാടുന്നു. ഒരു പ്രായമായ ഒരു മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കുന്നു. പിന്നെ അവള് പാരന്റ്സ് ആയിട്ട് വന്നപ്പോ ടീന പറഞ്ഞു, ഞാൻ ആ ലാഡർ ആൻഡ് സ്ലൈഡിൽ കളിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അമ്മ പറയുന്നു, കൂടുതൽ ദൂരേക്ക് പോകരുത്, ഞങ്ങൾക്ക് കാണാവുന്ന ദൂരെ നിന്നേ കളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം അവൾ അങ്ങനെ കളിക്കാനായിട്ട് പോകുമ്പോ അമ്മ അച്ഛനോട് പറയാണ് അവൾ എന്ത് ഹാപ്പിയാണ്. അങ്ങനെ എനിക്ക് അവര് സംസാരിക്കുകയാണ്. അപ്പൊ ഇത് നല്ലൊരു പ്ലേസ് ആണ്, നമുക്കിവിടെ ഇടയ്ക്കൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞ് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുക. ടീന വേഗം മറ്റുള്ള കുട്ടികളുടെ കൂടെ പോയി ജോയിൻ ആയി. അങ്ങനെ അവർ ഭയങ്കര കൂട്ടായി. അവരങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഒരു ഓൾഡ് മാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടല്ലോ. അയാൾ ഭയങ്കര റെസ്ലെസ് ആയി. കുട്ടികളുടെ ഒച്ച, കാരണം കുട്ടികൾ കളിക്കുമ്പോൾ ശബ്ദം വരുമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ഷൗട്ട് ചെയ്തു കുട്ടികളുടെ നേരെ. മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞു. ഷട്ട് അപ്പ് യു ഓൾ, വൈ ആർ യു മേക്കിംഗ് ദിസ് മച്ച് നോയ്സ് എന്നൊക്കെ പറഞ്ഞു ചോദിക്കുവാണ് അയാള്. അപ്പൊ ഇത് കുട്ടികൾക്ക് അയാൾ ഭയങ്കര അരഗന്റ് ആയിട്ട് തോന്നി. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. ചെറിയ കുട്ടികളാകുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ അവര് പെട്ടെന്ന് ഇതാവില്ലേ. അവർ പിന്നെ പതുക്കെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ കളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് ഇരുട്ടാറായപ്പോഴേക്കും കുട്ടികളെല്ലാം പിരിഞ്ഞു. എല്ലാരും പരസ്പരം ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു. അപ്പൊ ടീന ആ പ്രായമായ മനുഷ്യന്റെ അടുത്ത് നിന്നിട്ട് ഒരു ഗുഡ് ബൈ പറഞ്ഞു. പക്ഷെ അയാളെ ശ്രദ്ധിച്ചൊന്നുമില്ല, മൈൻഡ് ഒന്നും ചെയ്തില്ല. അങ്ങനെ സീൻ 3 ടീനയുടെ വീട്. ഇപ്പൊ ടീന ഇങ്ങനെ പറയുവാണ് അച്ഛനോടും അമ്മോടും, മമ്മി ഡാഡി ഇറ്റ് വാസ് വെരി നൈസ് ഡേ, താങ്ക് യു സോ മച്ച്, ഐ വിഷ് ടു ഗോ നെക്സ്റ്റ് വീക്കെൻഡ് ഓൾസോ, പ്ലീസ് ഷാൽ വി ഗോ എന്നൊക്കെ പറയും. അപ്പം അച്ഛൻ പറയുവാണ് അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും പറയാം, നിനക്ക് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവര് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ പോവാണ്. വീണ്ടും സീൻ 4 പാർക്കാണ്. അവള് വരുവാണ് വീക്കെൻഡ്സിൽ. അവിടെ അവളന്ന് പരിചയപ്പെട്ട ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ അവള് നോക്കുമ്പോ ആ മറ്റേ ഓൾഡ് മാനും അവിടെ ഇരിക്കുന്നുണ്ട്. അവള് പോയി ആളുടെ നേരെ നിന്നിട്ട് വിഷ് ചെയ്തു, ചിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും അയാള് ശ്രദ്ധിച്ചൊന്നുമില്ല, മൈൻഡ് ചെയ്യാതിരുന്നു. അവൾക്ക് വിഷമം തോന്നി. അമ്മ പറഞ്ഞു, സാരില്ല, നീ വിഷമിക്കേണ്ട, നീ പോയി കളിച്ചു, അദ്ദേഹം തിരക്കിലായിരിക്കുന്നൊക്കെ പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടു. അങ്ങനെ അവള് പോയി കളിക്കുവാണ്. പെട്ടെന്ന് ഇവര് കളിച്ചുകൊണ്ടിരുന്നപ്പം മഴ പെയ്തപ്പോ കുട്ടികളൊക്കെ അങ്ങനെ ഷെയ്ഡുള്ള ഒരു ഭാഗത്തേക്ക് ഓടി, ഒരു ഷെൽട്ടറിലേക്ക് ഓടി കയറി നിന്നു. ഇടിയും മിന്നലും ഭയങ്കര ഒരു മഴയായിരുന്നു, പെട്ടെന്ന് വന്ന മഴയായിരുന്നു. എല്ലാരും ഓടിക്കേറി അവിടെയുള്ള ഷെൽട്ടറിലൊക്കെ പോയി നിന്നു. പക്ഷെ ഈ ഓൾഡ് മാന് പെട്ടെന്ന് എണീറ്റ് പോവാൻ പറ്റിയില്ല. അയാള് പെട്ടെന്ന് എണീറ്റപ്പോഴേക്കും അയാൾ അവിടെ വീഴുക. അപ്പൊ പെട്ടെന്ന് തന്നെ ടീനയും അവളുടെ ഫ്രണ്ട്സ് ഓടി വന്ന് പുള്ളിയെ പിടിച്ചെണീപ്പിച്ച് പതുക്കെ ആ ഷെൽട്ടറിനകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ടൊരു ടവലൊക്കെ കൊടുത്ത് ഒരു ചൂട് ചായയൊക്കെ അയാൾക്ക് കൊടുത്ത് അയാളുടെ കണ്ണൊക്കെ നിറഞ്ഞു.
അയാള് കുട്ടികളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. ടീന ചോദിച്ചു ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു, താങ്ക് യു പറഞ്ഞു, പിന്നെ സോറി ഒക്കെ പറഞ്ഞു. ഭയങ്കര റൂഡായിട്ട് നിങ്ങളോട് പെരുമാറി, സോറി ഒക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങനെ കുട്ടികൾ അയാളെ ഹഗ് ചെയ്തു. അങ്ങനെയുള്ള ഒരു കഥയാണ്. ഓക്കെ, ഇതോടുകൂടി ഡ്രാമ തീരുക. ഇത് മൈമാണ്. മൈം ആക്ച്വലി അതിനും പിക്ചർ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാല് മൈം നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ അത് എന്താണോ സ്റ്റോറി അത് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. മൈമിലെ പോലെ സ്റ്റെപ്സ് അങ്ങനെയൊന്നും കാണിക്കേണ്ട. ഈ സ്റ്റോറി നമ്മൾ മൈമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാനായിട്ട് നോക്കാം. ഇതൊരു വാല്യൂബിൾ ഗിഫ്റ്റ്. ഇതിനും നമ്മൾ പിക്ചർ വേണ്ടല്ലോ? വേണ്ട. ഈ എന്താ പറയാ, ഡ്രാമയ്ക്കും മൈമിനും പിക്ചർ വേണ്ട. നിങ്ങൾക്ക് പിക്ചർ ആപ്റ്റായിട്ട് പിക്ചർ ചെയ്യാൻ തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിക്ചർ വെച്ചോളൂ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ആക്ടിവിറ്റിയാണ് ഈ ഡ്രാമയും. ഈ ഡ്രാമ എഴുതുമ്പോ അതങ്ങനെ സീൻ 1 സീൻ അങ്ങനെ ഇതിൽ എഴുതണം? അതെയോ? അങ്ങനെ എഴുതണം. അല്ലെങ്കിൽ നമുക്കൊരു കഥയായിട്ടല്ലേ തോന്നുള്ളൂ. എന്നിട്ട് അവര് പറയുന്നതായിട്ട് തന്നെ ഡയറക്ട് സ്പീച്ച് ആയിട്ട് തന്നെ എഴുതണം. അതായത് എഴുതണ്ട അല്ലെ? ഏതാ സീൻ ഇങ്ങനെ സീൻ 1 സീൻ 2 എന്നുള്ള അത് എഴുതുവാണെങ്കിൽ നല്ലത്. ഇവിടെ ഇപ്പൊ നമുക്ക് വീടും പാർക്കും ആയിരുന്നു നമ്മളുടെ ഡിഫറെന്റ് ലൊക്കേഷൻ. സീൻ 1 വീട്, സീൻ 2 പാർക്ക് ആണെങ്കിൽ സീൻ 2 ആ രീതിയിൽ മാറ്റി മാറ്റി എഴുതി. അങ്ങനെ 4 സീൻ, 2 സീൻ പാർക്കിലും 2 സീൻ വീട്ടിലും ആയിരുന്നു. പിന്നെ മൈമിന് ഒരു കഥ എഴുതുക, നല്ലൊരു മെസ്സേജ് വരുന്ന കഥ. അത് മൈമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ. ഇത് ഞാൻ എഴുതിയത് ഒരു പെൺകുട്ടിയും അവളുടെ പാരന്റ്സും വളരെ പുവർ ആയിരുന്നു. പക്ഷെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത്. ലൗഡ് ഈച്ച് അതർ. ദാരിദ്ര്യമൊക്കെ ആണെങ്കിലും അവർ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുട്ടിയെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ. അപ്പൊ ഈ പെൺകുട്ടിയുടെ ബർത്ത്ഡേ വരുവാണ്. അപ്പം അവള് ഡിമാൻഡ് ചെയ്തു, കുട്ടിയാണല്ലോ, അവൾ ഡിമാൻഡ് ചെയ്തു അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഡോള് വേണമെന്ന് പറഞ്ഞു. പക്ഷെ പാരന്റ്സിന്റെ കയ്യിൽ അത്രയും ഇനഫ് മണി ഇല്ല അവള് പറഞ്ഞ ഡോള് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് പറഞ്ഞു നിനക്ക് വേറെ എന്തെങ്കിലും വാങ്ങിത്തരാം, ഡോള് പിന്നെ നമുക്ക് വാങ്ങാന്ന് പറഞ്ഞു. പക്ഷെ കുട്ടി അതൊന്നും കേട്ടില്ല, വാശി പിടിച്ചു. ഡോള് തന്നെ വേണമെന്ന് പറഞ്ഞു. അമ്മയും പറഞ്ഞു പിന്നീട് വാങ്ങാം. പക്ഷെ അപ്പോഴും അവള് വാശി പിടിച്ച് കരയാനായിട്ട് തുടങ്ങി. അവള് ഭക്ഷണമൊക്കെ കഴിക്കാതെ, രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാതെ കിടക്കാനായിട്ട് പോയി. പാരന്റ്സിന് ഭയങ്കര വിഷമായി. അപ്പം അമ്മ അച്ഛനോട് പറയുവാണ് ഞാനൊരു കാര്യം ചെയ്യാം, അങ്ങനെ കാശിട്ട് വെച്ചിരിക്കുന്ന പിഗി ബോക്സ് ഇല്ലേ, കുടുക്ക പോലത്തെ, അത് ഞാൻ പൊട്ടിക്കാം. പിന്നെ അച്ഛൻ പറഞ്ഞു എന്റെ കയ്യിലുള്ള വാച്ച് ഞാൻ വിൽക്കാം, എന്നിട്ട് നമുക്ക് പോയിട്ട് അവള് പറഞ്ഞ ഡോള് വാങ്ങാന്ന് പറഞ്ഞു. ഇത് സംസാരിക്കുന്നത് ഇവള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇവള് കേട്ടു. ഇത് സിമിലർ കഥയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും. കേട്ടു, അവൾക്ക് ഭയങ്കര വിഷമം വന്നു, അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ഗിൽറ്റി ഫീലിംഗുമായി. പെട്ടെന്ന് തന്നെ അവള് പാരന്റ്സിന്റെ അടുത്ത് പോയി അവരെ ഹഗ് ചെയ്തു. അവള് സോറി പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു അവൾക്ക് ഒന്നും വേണ്ട, അവരുടെ സ്നേഹം തന്നെയാണ് എന്റെ വാല്യൂബിൾ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ അവള് പറഞ്ഞു. അപ്പൊ അത് ഒരു മൈമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, കുട്ടികളെ കൊണ്ട് ജയിക്കാൻ പറ്റും ആ രീതിയിൽ ഉള്ള ഒരു കഥ. നമുക്ക് മൈമിലെ ആക്ഷൻസ് ആണല്ലോ കൂടുതല്, സംസാരമില്ലല്ലോ. ഇതൊരു ആക്ഷനിലൂടെ കാണിച്ചാൽ എങ്ങനെ മനസ്സിലാകും, ആ ഒരു രീതിയിലുള്ള സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം. റെക്കോർഡ് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ സമയം കഴിഞ്ഞു അല്ലെ. ഇതാണ്, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. മൈമോട് കൂടി നമ്മുടെ ആ റെക്കോർഡ് തീർന്നു. നിങ്ങളുടെ എല്ലാ റെക്കോർഡ്സിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നു എന്നാണ് വിചാരിക്കുന്നത്. ഇനി എനിക്ക് നിങ്ങൾക്ക് തരേണ്ടത് സ്കൂൾ ഓർഗനൈസേഷനെ കുറിച്ചുള്ള അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ടീച്ചിങ് മാനുവൽ അല്ലെ, എല്ലാ ദിവസവും ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ട ടീച്ചിങ് മാനുവൽ. അവിടെ നിന്ന് തന്നെ ഒന്ന് സൈൻ ചെയ്ത് സർവേയുടെ ക്വസ്റ്റ്യൻ തരാനുണ്ട്. അപ്പൊ അത് അത്രയും കാര്യങ്ങളും കൂടിയുള്ളൂ. ഇത് ഓൾമോസ്റ്റ് കാര്യങ്ങൾ മനസ്സിലായല്ലോ. റെക്കോർഡിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എനി ഡൗട്ട് റൈമിലും സ്റ്റോറിയിലും? ഓക്കെ, ചെയ്തു തുടങ്ങാം. നമ്മൾ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോ നമുക്ക് വരും.
ഞാനൊരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഓടി പിടിച്ച് എഴുതുന്ന എനിക്ക് തോന്നുന്നത്. അയ്യോ മാം, അത് മാത്രം ചെയ്യരുത്. അത് മാത്രം ചെയ്യരുത്. അതല്ല മാം, ഞങ്ങളിപ്പോ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടേ. അപ്പൊ അതും ഇതും കുട്ടികളുടെ കാര്യം എല്ലാം കൂടിയിട്ട് നല്ലൊരു പാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ തീരെ പറ്റുന്നില്ല. കാരണം സ്കൂളിൽ അവര് ലെസൺ പ്ലാന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ സിലബസ് ബേസ്ഡ് അല്ല അവരെ നമ്മളെ കൊണ്ട് ടീച്ച് ചെയ്യിക്കുന്നത്, അല്ലാതെ ഔട്ട്സൈഡിലെ കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ആക്ടിവിറ്റീസ് ഉണ്ടാക്കി കൊണ്ടുപോകണം. അങ്ങനെ, അതായത് ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ അവിടെയും ചെന്നിട്ട് ആക്ടിവിറ്റിക്ക് ചാർട്ടിൽ വരയ്ക്കലും പിടിക്കലൊക്കെ ആയിട്ടാണ് ഇനി അവിടെ ചെയ്യേണ്ടത്. അപ്പം അതും ഒരു പാക്കാണ്. അത് തന്നെ ഭയങ്കര പാടായിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരു ദിവസം ആയുള്ളൂ എനിക്ക് ഇനി എന്ത് ചെയ്യും മുന്നോട്ട് എന്നൊരു ഡൗട്ടിലാണ് ഞാൻ നടക്കുന്നത്. നിങ്ങൾക്ക് റെക്കോർഡ് റൈറ്റിംഗ് ഒരു അനാവശ്യമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല മാം, റെക്കോർഡ് റൈറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മള് ഇത് റെക്കോർഡ് ശരിക്കും മോണ്ടിസോറി ബേസ്ഡ് ആണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ അവിടെ ഞാൻ ചെന്നപ്പോ മോണ്ടിസോറി ബേസ്ഡ് അല്ല, അവര് ഫുള്ളും ട്രഡീഷണൽ വേസ് ആണ്. CBSE സ്കൂൾ ആണെങ്കിലും അവര് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചതും അവിടെ ചെന്നതും രണ്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മള് അവരുടെ ലെവലിലേക്കാണ് വരുന്നത്. അപ്പം കുട്ടികളൊക്കെ ഫസ്റ്റ് ഡേ പോയിന്നുണ്ടെങ്കിലും കുറെ ഒരു 80% കുട്ടികൾ ഓക്കെയാണ്. പക്ഷെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഭയങ്കര എന്താ പറയാ, ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയും അല്ലാതെ ചില കുട്ടികളൊക്കെ മിണ്ടാതിരിക്കുന്ന അങ്ങനത്തെ കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവരെ ഒന്ന് റെഡിയാക്കാനാണ് പാട്. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. യെസ് മാം. പക്ഷെ നമ്മള് പിന്നെ കുട്ടികളുടെ പേര് പഠിക്കാനും ഇച്ചിരി പ്രോബ്ലം ആണ് നമുക്ക്. ക്ലാസ് റൂം ഒരു ക്ലാസ് റൂം നല്ല തരുന്നേ, ഒരു ദിവസം തന്നെ 4 ക്ലാസ് റൂം നോക്കാനാണ് തരുന്നത്. അപ്പൊ അതും ഒരു പാടാണ്. സെയിം ടോപ്പിക് 4 ക്ലാസ്സിൽ പോയി എടുക്കുക. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ പേര് പഠിക്കണം എന്നുള്ളൊരു ചടങ്ങാട്ടെ. ഞാൻ വിചാരിച്ചു എനിക്കത് ഭയങ്കര കഴിവാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഒരു രക്ഷയില്ലാണ്ടായി പോയത് ഒരേ സർനെയിം വരുന്ന കുറെ പിള്ളേരെ വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വന്നു. പേര് പഠിക്കല് സർനെയിം ഒരേപോലെ വരും. അങ്ങനെ വരുമ്പോ ഇത്തിരി ഈ സ്കൂളിലും മിക്ക കുട്ടികളുടെ പേര് ഞാൻ ഇന്ന് നോക്കിയപ്പോ ഒക്കെ ഏകദേശം ഒരേപോലത്തെ പേരുകളാണ്. അപ്പൊ ഞാൻ ഇതിലിപ്പോ കുറെ പേരുണ്ടല്ലോ ഇപ്പൊ ഇതെന്നെ കേട്ടിട്ട്. തസ്രീഫ തീം സോങ്ങിന്റെ പിക്ചർ നല്ലൊരു ആപ്റ്റ് ആയിട്ട് ഒരു പിക്ചർ കാണുവാണെങ്കിൽ എടുത്തു, അത് ആഡ് ചെയ്തോളൂ, നോ പ്രോബ്ലം. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആവും. നമ്മൾ ഒരിക്കലും അത് കളയില്ല. കാരണം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് സ്ട്രെസ്സില് നമ്മളിരുന്ന് ചെയ്യണതാ റെക്കോർഡ്. നമ്മൾ ഒരിക്കലും കളയില്ല. ഞാൻ എന്റെ വേറൊരു അസൈൻമെന്റ് ബുക്ക് ഉണ്ടായിരുന്നു. അത് എവിടെയാന്ന് എനിക്കറിയില്ല, കാരണം അത് വേറൊന്നും ആയിരുന്നില്ല. ഈ എന്താ പറയുക, ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ എഴുതിയ കുറെ സൈക്കോ അനാലിസിസ് നടത്തിയ ആളുകളുണ്ടല്ലോ. ഇപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ്, എറിക് എറിക്സൺ, ജീൻ പിയാഗറ്റ്, വിഗഡോസ്കി, അവരെ പറ്റി എഴുതാനായിട്ട് അത് ചുമ്മാ ഗൂഗിൾ നോക്കി കോപ്പി അടിക്കുകയായിരുന്നു. ആ ബുക്ക് എവിടെയാന്ന് കൂടി എനിക്കറിയില്ല. പക്ഷെ തന്നെ ചെയ്തത് നമ്മൾക്കറിയാം അതിന്റെ വാല്യൂ. അത് അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. 6 years ആയില്ലേ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. ദിവസം കുറച്ച് സമയം ഒരു റൈം എഴുതാനുള്ളത്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ ആ സ്റ്റോറിയുടെ പിക്ചർ ഒട്ടിക്കാൻ. കുട്ടികളോട് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ പിക്ചറൊക്കെ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നീറ്റ് ആയിട്ട് ചെയ്ത്. എനി മോർ ഡൗട്ട്സ്? സ്കൂളില് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ട് എല്ലാവർക്കും എന്താ ഫീല്? ഫ്രൂട്ട് ഗ്യാദറിംഗ്, ഷെയറിംഗ് ഒന്ന് പറയാം. ഓക്കെ അല്ലേ? ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? സാരി ഉടുക്കുന്ന ചിലർക്ക് മസ്റ്റ് ആയിട്ട് പറയണ്ടായിരുന്നു. മാം, ആക്ച്വലി ഞാൻ പോയിട്ടില്ല ടീച്ചിങ് പ്രാക്ടീസിന്. ഇപ്പോ ഒക്ടോബറിൽ പറ്റില്ല, നവംബർ തൊട്ട് പോവാന്നാ വിചാരിക്കണേ. ഒക്ടോബറിൽ ഹസ്ബൻഡ് ലീവിന് വരികയാണ്. അപ്പൊ പിന്നെ ആ സമയത്ത് കുറച്ച് ബിസി ആയിരിക്കും. ഓക്കെയാണ്. ജനുവരിക്കുള്ളിൽ നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ ഭയങ്കര കംഫർട്ടായി. ഒക്ടോബറിൽ നമ്മള് സ്കൂള് നോക്കി വെച്ചിട്ട് നവംബറിൽ ഫസ്റ്റ് വീക്ക് തൊട്ട് പോവാന്നാ വിചാരിക്കുന്നത്. ഞാൻ ലീവ് എഴുതി കൊടുത്തേക്കാം മാം, നവംബറും ഡിസംബറും ചെയ്യാന്ന് എഴുതിയിട്ട്. ആണോ? ഓക്കെ. അതെ അതെ.
ഭംഗിയായി ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോ നമുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് വരും. പക്ഷെ അതൊരു ലെസൺ ആയിട്ട് എടുക്കുക. മാം അവര് എന്നോട് പറഞ്ഞത് ബുക്കിലുള്ളതൊന്നും പഠിപ്പിക്കണ്ട, സിലബസ് ബേസ്ഡ് ആയിട്ട് ഒന്നും പഠിപ്പിക്കണ്ട, അവരെ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുക. LKG-കാരെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, നമ്മളിപ്പോ ഒരു സെന്റൻസ് പോലെ UKG-കാർക്ക് സെന്റൻസ് പോലെ പഠിപ്പിക്കുക, LKG-കാർക്ക് വേർഡ്സ് സൈറ്റ് വേർഡ്സ് കൊടുക്കുക. അപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഇതാവും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ സിലബസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ബുക്ക് നോക്കിയിട്ടൊന്നും ചെയ്യാനില്ല. നമ്മൾ നമ്മുടേതായ ആക്ടിവിറ്റീസ് ഇറക്കണം. അപ്പൊ എനിക്കാണെങ്കിൽ ആക്ടിവിറ്റീസ് വലിയ ഐഡിയയും ഇല്ല. ഞാനിപ്പോ കൊറേ സെർച്ച് ചെയ്യുവാണ് എന്തൊക്കെയാണ് എടുക്കണ്ടേന്നുള്ളത്. പോലെയുള്ള എന്തെങ്കിലുമൊക്കെ എടുക്കുക. ഏതാണ് മാം? ഗെയിംസ് പോലെ വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഗെയിംസ്. യെസ്, അതിന് ഞാനിപ്പോ കുറച്ചൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മള് ലെസൺ പ്ലാന് നേരത്തെ 1 വീക്കിനുള്ളത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മള് നെക്സ്റ്റ് വീക്കിനുള്ളത് ഈ വീക്കിന് കൊടുത്ത് പ്രിൻസിപ്പളിന്റെ അടുത്ത് കൊടുത്ത് നമ്മൾ ഓക്കേന്ന് വാങ്ങിക്കണം. എന്നിട്ടാണ് നെക്സ്റ്റ് വീക്ക് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. 1 വീക്ക് നേരത്തെ തന്നെ നമ്മള് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാ പറഞ്ഞത്. ശരി, എന്നാ ഓക്കെ ദെൻ ബൈ. ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു മാം, ഗുഡ് നൈറ്റ്. ഓക്കെ മാം. ബൈ. മാം. Good night.